continuation of previous class, that is we were seeing what is indicator diagram. Indicator diagram ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ഇൻഡിക്കേറ്റർ ഡയഗ്രാം യൂസ് ദി വർക്ക് ഡൺ ഡ്യൂറിങ് എ പ്രോസസ്. ഒരു പ്രോസസ് തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ ഉള്ള ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമുക്ക് വരക്കാൻ പറ്റും. പി വി ഡയഗ്രാം, റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം. അപ്പം ആ പ്രോസസ്സിൻ്റെ ആ കേർവിൻ്റെ താഴെയുള്ള ബിലോ കാണുന്ന ഏരിയയാണ് ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് ദാറ്റ് പ്രോസസ്. വി ക്യാൻ കാൽക്കുലേറ്റ് വർക്ക് ഡൺ during a process from the indicator diagram. Next result is PV diagram for an isothermal process is called isothermal. Isothermal process എന്ന് പറഞ്ഞാൽ എന്താണ്? It is the thermodynamic process in which temperature of the system remains constant. ഒരു thermodynamic processൽ temperature ആ പ്രോസസ്സ് നടക്കുമ്പോഴെല്ലാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഐസോതെർമൽ എന്നുള്ളത്, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് പി വി ഡയഗ്രാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി വി ഡയഗ്രാമത്തിനെയാണ് ഐസോതെർമൽ എന്ന് വിളിക്കുന്നത്. അതേപോലെ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രത്തിനെ അഡിയബാറ്റിക് എന്നും വിളിക്കും. അഡിയബാറ്റിക് എന്ന് പറയുന്നത് എന്താ? അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത ഒരു പ്രോസസ്സ്, അതായത് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സർഫസിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതാണ് ദീസ് ആർ ദി ത്രീ കൺക്ലൂഷൻസ് വി ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം. നെക്സ്റ്റ് ഇസ് ആൻ എക്സ്പെരിമെൻ്റ്. അടുത്തത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആൻഡ്രൂസ് എക്സ്പെരിമെൻ്റ് ഓൺ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളിതുവരെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഉള്ള ഗ്യാസസിൻ്റെ പരിചയപ്പെട്ടു. നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം, ആർഗൺ ഇവയെല്ലാം ഐഡിയൽ ഗ്യാസ് പോലെ തന്നെ ബിഹേവ് ചെയ്യും. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് മാസസ് റാൻഡംലി മൂവിങ് വിത്തൗട്ട് എനി ഇന്റർന്യൂക്ലിയർ ഇൻട്രാക്ഷൻ. ഇന്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ ഇല്ലാതെ റാൻഡംലി മൂവ് ചെയ്യുന്ന പോയിന്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് റിയൽ ഗ്യാസ്. റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും? ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്. ഇറ്റ് വാസ് സ്റ്റഡീഡ് ബൈ ആൻഡ്രൂ എന്ന സയൻറ്റിസ്റ്റ് ആണ് റിയൽ ഗ്യാസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, PV = nRT ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിച്ചത് ആൻഡ്രൂവിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ഇറ്റ് വാസ് മെയ്ഡ് ഓൺ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അതിൻ്റെ ബിഹേവിയർ ആണ് ആൻഡ്രൂസ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡൺ ഡ്യൂറിങ് 1869 നടന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ അപ്പാരറ്റസ് ആണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത് ആൻഡ്രൂസ് എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസ് ആണ്. ദിസ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് 2 ഗ്ലാസ് ട്യൂബ്സ്. 2 ഗ്ലാസ് ട്യൂബ്സ് ആണുള്ളത്, A and B. 2 ഗ്ലാസ് ട്യൂബ്സിൻ്റെ പേരാണ് A and B. ഹാവിങ് തിക്ക് കപ്പിലറി ട്യൂബ് അറ്റ് ദി ടോപ്പ്. ടോപ്പിൽ 2 ട്യൂബിൻ്റെയും ഓരോ കാപ്പിലറി ട്യൂബ്സ് ആണ്. ആൻഡ് മിഡിൽ പോർഷൻ ഇസ് ബൾബ്. ടോപ്പ് ആൻഡ് ബൾബ്സ് അറ്റ് ദ മിഡിൽ പോർഷൻ കുറച്ചുകൂടി ബൾജ്ഡ് ആയിട്ടുള്ള ബൾബ് പോലത്തെ പോർഷനാണ്. ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് കാപ്പിലറി ട്യൂബ് പോലെയാണ് ഇരിക്കുന്നത്, കാപ്പിലർ ട്യൂബാണ്. ദ ട്യൂബ് A is filled with pure dry air. A എന്ന ട്യൂബിൽ ആദ്യം തന്നെ പ്യുവർ ഡ്രൈ എയർ പാസ് ചെയ്യും. ഫോർ എ ലോങ് ടൈം, കുറേ നേരത്തേക്ക് ഡ്രൈ എയർ പാസ് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് സീൽഡ് അറ്റ് ബോത്ത് എൻഡ്സ്. 2 എൻഡ്സും സീൽ ചെയ്യുന്നു. A എന്ന ട്യൂബിനകത്തേക്ക് ഡ്രൈ എയർ കടത്തി വിട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അതിനെ സീൽ ചെയ്യാണ്, 2 എൻഡും സീൽ ചെയ്യാണ്. നെക്സ്റ്റ് ദി ട്യൂബ് B, രണ്ടാമത്തെ ട്യൂബ് B എടുക്കുക. അതിനെ എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് കുറേ നേരം അതിൽ 24 hours കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യും B എന്ന ട്യൂബിൽ. A എന്ന ട്യൂബിൽ ഡ്രൈ എയറും B എന്ന ട്യൂബിൽ റിയൽ ഗ്യാസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും. ഇവിടെ നമ്മൾ എയറിനെ ഐഡിയൽ ഗ്യാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
and carbon dioxide is heavier and it is considered as a real gas. B എന്ന ട്യൂബിൽ റിയൽ ഗ്യാസ് ആണ് എടുത്തിരിക്കുന്നത്. Then the tubes are sealed. രണ്ട് ട്യൂബ്സും സീൽ ചെയ്തു, രണ്ട് എൻഡ്സും സീൽ ചെയ്തു. Next, the end portion, lower end of the tubes are immersed in mercury. എന്നിട്ട് എന്ത് ചെയ്തു, ഈ രണ്ട് ട്യൂബിനെയും മെർക്കുറിയിൽ ലോവർ പോർഷൻ മെർക്കുറിയിൽ ഇമേഴ്സ് ചെയ്തു. Then the tubes are heated and cooled alternatively. ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് ട്യൂബ്സിനെയും ഹീറ്റിങ്ങും കൂളിങ്ങും ചെയ്ത് അതിനകത്തേക്ക് ഒരു സ്മോൾ പീസ് ഓഫ് മെർക്കുറി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എ പെല്ലറ്റ് ഓഫ് മെർക്കുറി ഇസ് ഡ്രോൺ ഇൻ ടു ദ ട്യൂബ്സ്. ട്യൂബിലേക്ക് ഒരു പെല്ലറ്റ് മെർക്കുറിയുടെ ഒരു സ്മോൾ പീസ് അകത്തേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബൈ ഓൾട്ടർനേറ്റ്ലി കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ്. ഇങ്ങനെ ഓൾട്ടർനേറ്റ്ലി ഹീറ്റിംഗ് കൂളിംഗ് ചെയ്യുമ്പോൾ പ്രഷറിലുണ്ടാവുന്ന ചേഞ്ച് കാരണം, അകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷറിലുണ്ടാവുന്ന ചേഞ്ച് കാരണം ഈ മെർക്കുറിയെ നമുക്ക് ട്യൂബിനകത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ദെൻ ബോത്ത് ദ ട്യൂബ്സ് ആർ ഫിക്സ്ഡ് ഇൻ ദി കോപ്പർ വെസൽ. ഒരു കോപ്പർ വെസൽ, എച്ച് ഷേപ്ഡ് കോപ്പർ വെസലിൻ്റെ അകത്തേക്ക് രണ്ട് ട്യൂബ്സിനെയും ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കോപ്പർ വെസലാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ കോപ്പർ വെസൽ ഇസ് സീൽഡ് വിത്ത് സ്റ്റോപ്പേഴ്സ്, സ്റ്റീൽ സ്റ്റോപ്പേഴ്സ് എസ് ആൻഡ് എസ് പ്രൈം. എസ് ആൻഡ് എസ് പ്രൈം എന്ന് പറയുന്നത് രണ്ട് സ്റ്റോപ്പേഴ്സ് ആണ്. അത് സ്റ്റീൽ കൊണ്ടുള്ള സ്റ്റോപ്പേഴ്സ് ആണ്. ദ വെസൽ ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഇത് കഴിഞ്ഞ് ഈ വെസലിനെ, എച്ച് ഷേപ്ഡ് കോപ്പർ വെസലിനെ വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ട്യൂബിൻ്റെ പുറത്ത് മുഴുവൻ വാട്ടറാണ്. ട്യൂബിനകത്ത് എ എന്ന ട്യൂബിനകത്ത് എയറും ഡ്രൈ എയറും, ബി എന്ന ട്യൂബിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡുമാണുള്ളത്. Then by screwing in plunger, the water is compressed and pressure is transmitted to enclosed gases. Plunger എന്ന് പറഞ്ഞിരിക്കുന്ന ഈ P and Q dash ആണ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. ഈ പ്ലഞ്ചറിനെ നമുക്ക് അകത്തേക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വാട്ടറിൻ്റെ പ്രഷർ കൂടും, വാട്ടറിൻ്റെ വോളിയം കുറയാണ് ചെയ്യുന്നത് പ്ലഞ്ചർ അകത്തേക്ക് പോകുമ്പോൾ. ദെൻ pressure of the water increases of the order of 400 atmosphere. 400 atmospheres വരെ നമുക്ക് ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, വാട്ടറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വാട്ടറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ട്യൂബിനകത്തുള്ള എയറിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ബി എന്ന ട്യൂബിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷറും ഇൻക്രീസ് ചെയ്യും. Therefore, we can obtain pressure from the we can increase the pressure by screwing the plunger into the vessel. വെസലിൻ്റെ അകത്തേക്ക് പ്ലഞ്ചറിനെ സ്ക്രൂ ചെയ്ത് നമുക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എയറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. Then we are assuming air as ideal gas which obeys Boyle's law. Air ഐഡിയൽ ഗ്യാസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അത് ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വോളിയം രണ്ടിൻ്റെയും, എയുടെ അകത്തുള്ള ഗ്യാസിൻ്റെ എയറിൻ്റെ വോളിയവും ബിയുടെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയവും ഡയറക്റ്റ്ലി റീഡ് ചെയ്യാൻ പറ്റും. By the position of mercury, we can read the volume of air and carbon dioxide, and we can obtain the pressure. Pressure രണ്ടിലും സെയിം ആണ് അല്ലേ, പ്രഷർ രണ്ടിലും സെയിം ആണ്. ആൻഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലഞ്ചേഴ്സ് അകത്തേക്കാണ് കയറ്റുന്നത്. അപ്പോൾ എയിലും ബിയിലും ഉണ്ടാവുന്ന പ്രഷർ സെയിം ആണ്, വോളിയം ഡിഫറെൻ്റ് ആയിരിക്കും. വോളിയം നമ്മളപ്പോൾ മെഷർ ചെയ്യാനാണ് മെർക്കുറി അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രഷർ കിട്ടാൻ എന്ത് ചെയ്യും, വോളിയത്തിൽ നിന്ന് എയറിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എയർ ഒബേസ് ബോയിൽസ് ലോ, എയർ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. എ എന്ന ട്യൂബിലെ പ്രഷർ നമുക്ക് വോളിയവും ഉണ്ട് പ്രഷറും ഉണ്ടെങ്കിൽ PV = കോൺസ്റ്റന്റ് എന്ന ഇക്വേഷനിലൂടെ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം.
and that pressure will be equal to pressure of carbon dioxide in tube B. ബിയിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ പ്രഷർ ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആക്ച്വലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് പ്രഷർ ആൻഡ് വോളിയം ഓഫ് ദി കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ പ്രഷറും വോളിയവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈ കമ്പയറിംഗ് വിത്ത് ട്യൂബ് എയുടെ പ്രഷർ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് സെയിം പ്രഷർ ആയതുകൊണ്ട് കാർബൺ ഡയോക്സൈഡിന്റെ പ്രഷറും കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ the behavior of carbon dioxide was studied at different temperatures. ഈ എക്സ്പെരിമെന്റിൽ ആൻഡ്രൂ ചെയ്തിരിക്കുന്നത് എന്താണ്? അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്, പല ടെമ്പറേച്ചേഴ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷറും വോളിയവും ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ വരച്ച് സ്റ്റഡി ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ഇതിന്റെ ചേഞ്ച്? പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആൻഡ്രൂ കണ്ടുപിടിച്ചിരിക്കുകയാണ്. He has done actual experiments at different temperatures 13.1, 21.5, 31.1, 32.5, 35.5, 48.1 ഇത്രയും ടെമ്പറേച്ചേഴ്സിൽ ഈ പ്രഷർ വോളിയത്തിന്റെ റിലേഷൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് റിസൾട്ട്സ് ഫ്രം ദി എക്സ്പെരിമെന്റ്. റിസൾട്ട്സ് ആണ് ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ഇതൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ്. വൈ ആക്സിസിൽ പ്രഷറും എക്സ് ആക്സിസിൽ വോളിയവും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്, പല ടെമ്പറേച്ചേഴ്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പല ടെമ്പറേച്ചേഴ്സിലും കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതാണ് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. അതിൽ നിന്ന് ആദ്യത്തെ റിസൾട്ട് ഇതാണ്. First result is at 13.1 degrees Celsius, portion AB represent gaseous state of carbon dioxide. Up to point B, it obeys Boyle's law. From B to C, volume decreases suddenly with slight increase in pressure. ആദ്യം തന്നെ 13.1 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിസ്കഷൻ ആണ്. അതിൽ എ ടു ബി എന്ന പോർഷനിൽ എന്താ സംഭവിക്കുന്നത്? അത് ബോയ്ൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു. ഇവിടെ നമ്മൾ പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയുന്നതാണ് കംപ്രഷൻ. നമ്മൾ പ്ലഞ്ചർ ഇൻസേർട്ട് ചെയ്യാണ്. പ്ലഞ്ചർ കൂടുതൽ അകത്തേക്ക് കയറ്റുമ്പോൾ പ്രഷർ കൂടും, അപ്പോൾ വോളിയം കുറയും. ദിസ് ഇസ് ബോയ്ൽസ് ലോ അപ് ടു എ ടു ബി. എ ടു ബി എന്ന പോർഷൻ ബോയ്ൽസ് ലോ ആണ് കാണിക്കുന്നത്. പക്ഷേ ബി എന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വോളിയം ഇസ് സഡൻലി ഡിക്രീസ് ഫ്രം ബി ടു സി. ബി ടു സി എന്ന പോർഷനില് വോളിയത്തിനുണ്ടായത് ഒരു സഡൻ ചേഞ്ച് ആണ്, സഡൻ ഡിക്രീസ് ആണ് വോളിയം നടന്നത്. പക്ഷെ പ്രഷറിൽ അത്ര മാറ്റമൊന്നുമില്ല. വിത്ത് സ്മോൾ ഇൻക്രീസ് ഇൻ പ്രഷർ. ചെറിയൊരു പ്രഷർ കൊടുത്തപ്പോൾ തന്നെ സഡൻ ഡിക്രീസ് ഇൻ വോളിയം നടന്നു. ദെൻ ഫ്രം സി ടു ഡി ഇറ്റ് ഇൻക്രീസസ് ദ പ്രഷർ ലൈക്ക് ദിസ്. ഈ ഡയഗ്രത്തിൽ കാണിക്കുന്ന പോലെ ബിഹേവ് ചെയ്തു. അപ്പോൾ ഈ ബി ടു സി എന്ന പോർഷനിൽ എന്താണ് കാണിക്കുന്നത്? ആദ്യം ഗ്യാസിൽ നമ്മൾ പ്രഷർ കൊടുത്തപ്പോൾ വോളിയം കുറഞ്ഞു. പിന്നെ ബി എന്ന പോർഷനിൽ നിന്ന് സി എന്ന പോർഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് വേപ്പർ ഗ്യാസിയസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ ആണ് ബി ടു സി എന്ന പോർഷൻ. ആ പോർഷനിൽ വോളിയം നന്നായി കുറഞ്ഞു. ഗ്യാസിന് കൂടുതൽ വോളിയം വേണം, ലിക്വിഡ് സ്റ്റേറ്റിൽ വോളിയം കുറവ് മതി. അപ്പോൾ ബി ടു സി എന്ന പോർഷൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫ്രം ഗ്യാസ് ടു ലിക്വിഡ് ആണ്. ദെൻ സി ടു ഡി ഈസ് ലിക്വിഡ്. ഇത് ലിക്വിഡ് സ്റ്റേറ്റിലെ ചേഞ്ച് ആണ് സി ടു ഡി കാണിക്കുന്നത്. നെക്സ്റ്റ് 21.5 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ടെമ്പറേച്ചർ എടുക്കുക. അടുത്ത ടെമ്പറേച്ചറിലും ഇതേ ബിഹേവിയർ. പ്രഷർ കൂടുമ്പോൾ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് പഠിച്ചിരിക്കുന്നത്. അവിടെയും ഇതേപോലത്തെ ഒരു ബോയ്ൽസ് ലോ ഒബേ ചെയ്യുന്നത് എഫ് വരെയുള്ള റീജിയനിലാണ്.
ബാക്കി പോർഷനിൽ എന്താ സംഭവിക്കുന്നത്? എഫ് എന്ന പോർഷൻ വരെ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബിക്കംസ് ലിക്വിഡ് ഫ്രം F2G. F2G എന്ന് പറഞ്ഞ പോർഷനിൽ ലിക്വിഡ് ആയി. പക്ഷെ ആ ഹോറിസോണ്ടൽ പോർഷന്റെ FG എന്ന് പറഞ്ഞ പോർഷന്റെ വിഡ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടി വരുന്നതോറും ആ വിഡ്ത്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ ഇറ്റ് ബിക്കംസ് ലിക്വിഡ്. അടുത്തത് G2H എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇനി അടുത്തത് 31.1 ഡിഗ്രി സെൽഷ്യസിൽ പ്രോസസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർഷനിൽ എന്താ സംഭവിച്ച? ഹൊറിസോണ്ടൽ പോർഷൻ ഇല്ലാതായി. ഹൊറിസോണ്ടൽ പോർഷൻ ഡിസപ്പിയർഡ്, വാനിഷ്ഡ്. ദിസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ഐസോതെർമൽ. ഈ കർവിനെ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള പ്രോസസ്സിന്റെ ഡയഗ്രാം ആണ് ഐസോതെർമൽ. ഈ ഐസോതെർമൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഐസോതെർമൽ ആണ്. അതായത് ഇതിന് മുകളിലോട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇതിന് താഴെയുള്ള ടെമ്പറേച്ചേഴ്സിൽ മറ്റൊരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഫോർ ദിസ് ടെമ്പറേച്ചർ ഇസ് ക്രിട്ടിക്കൽ. ഈ പോയിന്റ് ക്രിട്ടിക്കൽ ആണ്. ഈ കർവിനെ ക്രിട്ടിക്കൽ ഐസോതെർമൽ എന്നാണ് പറയുന്നത്. എബോവ് ദിസ് ടെമ്പറേച്ചർ, ഈ 31.1 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അടുത്ത ടെമ്പറേച്ചേഴ്സ് ആണ്. 32.5 എടുത്തിട്ടുണ്ട്, 35.5 അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള എല്ലാ ടെമ്പറേച്ചേഴ്സിലെയും കർവ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇതിന് മുകളിൽ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിക്വിഡ് സ്റ്റേറ്റ് ആവില്ല. ഗ്യാസിന് എത്ര പ്രഷർ കൊടുത്താലും ഗ്യാസ് ലിക്വിഡായിട്ട് മാറില്ല. അതിന് താഴെയുള്ള പോർഷൻസിൽ, അതായത് അതിന് ലോവർ ടെമ്പറേച്ചേഴ്സിൽ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. കംപ്രസ് ചെയ്ത് അടുത്തടുത്ത് വരുമ്പോൾ ഇൻട്രാക്ഷൻസ് കൂടി ഗ്യാസ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയുള്ള ടെമ്പറേച്ചേഴ്സിലാണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ഹൈ ടെമ്പറേച്ചറിൽ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഐഡിയൽ ഗ്യാസ് പോലെ, കാർബൺ ഡൈ ഓക്സൈഡ് ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ആണെങ്കിൽ ടെമ്പറേച്ചർ കാർബൺ ഡൈ ഓക്സൈഡ് റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. ഇപ്പം ലോ ടെമ്പറേച്ചേഴ്സിലും ഹൈ പ്രഷേഴ്സിലും ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. അപ്പോഴാണ് റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ വരുന്നത്. ഹൈ ടെമ്പറേച്ചേഴ്സിലും ലോ പ്രഷറിലും കാണിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് ആർ സം ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? ആ കർവിന്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ആണ്. അതിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല, ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റില്ല. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് ഡിഫൈൻഡ് ആസ് മാക്സിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. അതിലും കൂടുതൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. At this temperature we can change the gas to liquid by increasing pressure alone. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും അതിന് താഴെയുള്ള ടെമ്പറേച്ചറിലും നമുക്ക് ഗ്യാസിനെ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എബോവ് ദിസ് ടെമ്പറേച്ചർ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. ക്രിട്ടിക്കൽ പ്രഷർ എന്താണ്? ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത് ദ പ്രഷർ നെസസറി ടു ലിക്വിഫൈ ഗ്യാസ്. ഇപ്പോൾ ആ കേർവില് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസ് ലിക്വിഡായിട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിലെ പ്രഷറിനെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ നെസസറി ടു ലിക്വിഫൈ എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രഷർ. ഈ കേർവില് T എന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ. ആ പോയിന്റിലുള്ള പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. Next is critical volume VC. It is volume with unit mass of gas occupies at critical temperature and critical pressure. Critical pressureലും critical temperatureലും unit mass of gas occupies a certain volume. അതിനെയാണ് നമ്മൾ critical volume എന്ന് പറയുന്നത്. These three quantities TC, PC
and VC are called critical constants of a gas. അപ്പോൾ critical temperature, critical volume, critical pressure ഇതെല്ലാമാണ് critical constant. ഗ്യാസിന്റെ critical constant എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്രിട്ടിക്കൽ പോയിന്റ്. കർവിൽ പി എന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് പോയിന്റ് ഓൺ ഐസോതെർമൽ for the critical temperature at which the change of state from gaseous state to liquid state take place. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലുള്ള കേവ് ഉണ്ടല്ലോ, അതിലെ ഏത് പോയിന്റിലാണ് ഗ്യാസ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ആ പോയിന്റിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് പി സി ആണ്, ക്രിട്ടിക്കൽ പ്രഷർ ആണ്. വോളിയം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വോളിയം വി സി ആണ്.